ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ്. അതിനായിട്ട് ഇതാ 3 ബോട്ടിൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് ബോട്ടിൽ വേണമെങ്കിൽ എടുക്കാം, പ്ലാസ്റ്റിക് ബോട്ടിൽ വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ കയ്യിൽ ഏത് ബോട്ടിലാണോ ഉള്ളത് അതെടുക്കാം. ഇപ്പം ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഗ്ലാസ് ബോട്ടിലാണ്. ഇനി നമുക്ക് ഈ ബോട്ടിലൊന്ന് കവർ ചെയ്യാനായിട്ട് ഫോയിൽ പേപ്പറാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബോട്ടിലിനനുസരിച്ചിട്ട് എത്രയാണോ ഫോയിൽ പേപ്പർ വേണ്ടത് അത് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് അതിനെ ചുരുട്ടിയെടുക്കുക കേട്ടോ. നല്ലതുപോലെ തന്നെ ചുരുട്ടിയെടുക്കുക. ചുരുട്ടിയെടുക്കുമ്പോൾ കീറി പോകുമെന്ന് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഫോയിൽ പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചുരുണ്ട് കിട്ടും. ഇനി അതേപോലെ തന്നെ നിവർത്തി എടുക്കണം കേട്ടോ. അപ്പം ശ്രദ്ധിക്കാനുള്ളത് കീറിപ്പോകരുത്, ചുരുട്ടുമ്പോഴും കീറിപ്പോകരുത്, നിവർത്തി എടുക്കുമ്പോഴും കീറിപ്പോകരുത്. പതുക്കെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ലുക്കിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബോട്ടിലൊന്ന് ഇത് കവർ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഗ്ലൂ ഒന്ന് ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ബോട്ടിലിൻ്റെ കുറച്ച് ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ ഫുള്ളായിട്ടൊന്നും ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റെഡിയാക്കിയ ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, അത് നിവർത്തി വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗത്തുനിന്ന് മുഖത്തിൽ ഒട്ടിച്ചു തുടങ്ങാം. ഒട്ടിച്ച് തുടങ്ങുമ്പോൾ തന്നെ വലിച്ചു പിടിച്ചിട്ട് തന്നെ ഒട്ടിക്കുക കേട്ടോ. പിന്നെ കീറി പോവാതെ നോക്കണേ, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വലിച്ചു പിടിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മളിതാ ഈ അധികം വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗങ്ങളൊന്ന് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന ബോട്ടിൽ എന്തായാലും ഒരേ ഷേപ്പിലുള്ള ബോട്ടിലായിരിക്കില്ലല്ലോ, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ ഷേപ്പിങ്ങിൽ. അപ്പോൾ ആ ഷേപ്പിൽ വ്യത്യാസം വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഫോയിലിനൊന്ന് കട്ടിങ് കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ മുകൾ ഭാഗത്ത് അടപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് ഉള്ളിലേക്കായിട്ട് കവർ ചെയ്തിട്ട് ഒട്ടിക്കാം കേട്ടോ. ബോട്ടിൽ ഫുള്ളായിട്ട് ഫോയിൽ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഇനി നമുക്ക് ബോട്ടിൽ ഫുള്ളായിട്ട് വേണ്ട, മുകൾ ഭാഗത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ചാക്ക് നൂലോ ലേസോ അല്ലെങ്കിൽ സാറ്റൻ റിബണോ അതൊന്നും ഇല്ലെങ്കിൽ പെയിൻറ്റും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ആ മുകൾ ഭാഗം കവർ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ബോട്ടിലൂടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ ലൈറ്റിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ട് ക്യാമറയിൽ അത്ര ഒരു ഭംഗി കാണുന്നില്ലേ. അപ്പം നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പെയിൻറ്റ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറച്ച് പെയിൻറ്റ് മതി കേട്ടോ. നമ്മുടെ കയ്യിൽ കുറച്ച് പെയിൻറ്റേ ഉള്ളതെങ്കിൽ അത് മതി. ഫുള്ളായിട്ട് ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് പെയിൻറ്റ് വേണം അതൊന്നുമില്ല, ഒരു തുള്ളി പെയിൻറ്റ് മതി കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊന്ന് ബ്രഷ് വെച്ചിട്ട് പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ. അതിന് ശേഷം നമ്മൾ ക്ലോത്തോ അല്ലെങ്കിൽ ടിഷ്യോ വെച്ചിട്ട് അതൊന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. കുറച്ച് പെയിൻറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ബോട്ടിലിന് അടിപൊളി ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് എല്ലാ ഭാഗത്തും കുറച്ച് പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ട് അതിനൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് തുടച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ പണി. നമുക്ക് പെയിൻറ്റ് ഡാർക്ക് ആക്കണോ ലൈറ്റ് ആക്കണോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിലൂടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടോ കാണാൻ? കുറച്ച് പെയിൻറ്റ് മതിയല്ലോ. കുറച്ച് പെയിൻറ്റ് വെച്ചിട്ട് നമുക്ക് അടിപൊളി ബോട്ടിൽസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണാൻ തന്നെ നല്ലൊരു ലുക്കാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ക്യാമറ കൂടി എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ വേറെ 2 ബോട്ടിലും കൂടി ഞാൻ ആദ്യം കാണിച്ചില്ലേ 2 ബോട്ടിൽ അതും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ ഗോൾഡനും റെഡും കൂടി മിക്സ് ആക്കിയിട്ടാട്ടോ കൊടുത്തത്. അതേപോലെ തന്നെ ചെറിയൊരു ബോട്ടിൽ ഉണ്ടായിരുന്നല്ലോ അതിലും ഇതേപോലെ തന്നെ ബ്ലാക്ക് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് അപ്ലൈ ചെയ്തപ്പോഴാണ് നല്ല ഭംഗിയുള്ളത് കാണാൻ. മറ്റേ കളർ കൊടുത്തതിനെക്കാട്ടി നല്ല ഭംഗി ബ്ലാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അത് കുറച്ച് പെയിൻ്റ് ഉള്ളതെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് ബോട്ടിൽ വെച്ചിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാമല്ലോ. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അതേപോലെ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക, അതിലേക്കൊന്ന് സെൻഡ് ചെയ്ത് തരാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.